ഹായ് ഗൈസ് 2025 എൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രിപ്പാണിത്. ന്യൂ കാസിൽ ടു ബ്രിസ്ബൻ ആണ് പോണത്. അപ്പം ഞാൻ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ബ്രിസ്ബൻ എയർപോർട്ടിലപ്പോൾ എത്തി നമ്മൾ. അപ്പോൾ ആൾക്കാരെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ ഓപ്പൺ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് പറ്റത്തില്ല എന്നാട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ ഈ സൈഡിലൊരു നമ്മൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ട്രെയിൻ പോകുന്നുണ്ട്. ഇതിൽ കാണാമെന്ന് തോന്നുന്നു ട്രെയിൻ പോകുന്നത്. കട്ട പോസ്റ്റാണ് ഗൈസ്. ഇനിയിപ്പം 12 മണി വരെ ഞാനിവിടെ ഇരിക്കണം. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടേ ഉള്ളൂ. 12 മണി വരെ ഇരിക്കണം ഇവിടെ. അതുവരെ ഇവിടെ വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വരട്ടെ. 2 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യട്ടെ പോയിട്ട്, വെളിയിലൊക്കെ പോയിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ വെളിയിൽ എക്സിറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പുറത്തുള്ള വ്യൂ. എക്സിറ്റിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ പുറത്തേക്ക് പോവാം മെല്ലെ കേട്ടോ. നേരെ പോകുന്നത് കുറച്ച് പെർഫ്യൂം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് മേടിക്കുന്ന പെർഫ്യൂംസ് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഞാനിപ്പോൾ ഷോപ്പിംഗ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എയർപോർട്ട് pharmacy. It's a wonderful pharmacy actually. We have a lot of collections here, so you can try it once. Okay, when you come to Brisbane Airport, you try it. It's a really nice one. You have a lot of collections here, and the staff is really friendly, so it's absolutely amazing. Alright, so ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത് നമുക്ക് കാണാം. സോ ഞാൻ മേടിച്ചത് പെർഫ്യൂംസ്. Yeah, can you please take this out? അപ്പം ഞാൻ പെർഫ്യൂം മേടിച്ചപ്പോൾ അവർ എനിക്കൊരു ബാഗ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ആ ബാഗ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് തന്നൊരു ബാഗാണ്. സോ ഞാൻ ഇന്നൊരു ഇത് മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ബാഗാണ്. അവർ നമുക്കൊരു ഇറ്റ്സ് എ മേക്കപ്പ് ബാഗ് ഓർ വാട്ട്സ് പെർഫ്യൂം ബാഗ് വാട്ട് വി ഗെറ്റ്? ഇറ്റ്സ് എ കോസ്മെറ്റിക് ബാഗ്. ഓക്കെ, ഇറ്റ്സ് എ കോസ്മെറ്റിക് ബാഗ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരെണ്ണം നമ്മൾ ക്ലോയിയുടെ ഒരു വാങ്ങിച്ചു. ഇത് വരുന്നത് ഏകദേശം $225 ഇത് വരുന്നത്. പിന്നെ ഹ്യൂഗോയുടെ ഒരു 2 ബോട്ടിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. 2 ബോട്ടിൽ ഇത് ഓഫറിനുണ്ടായത്. ഇത് മെൻസ് പെർഫ്യൂമാണ്. ഓഫറിൽ $69 ആണ് ഇത് വരുന്നത്. എൻ്റെ 2 ബോക്സ് മേടിച്ചു. പിന്നെ ഇഡോളിൻ്റെ ഒരു ലാൻകോം പാരീസ്, അതിന് വരുന്നത് $282 ആണ് അതിന് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പെർഫ്യൂം കളക്ഷൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇതാണ് എൻ്റെ ഏരിയ ഓഫ് എന്താ പറയുക, നമ്മുടെ മീറ്റിങ്ങിനുള്ള ഏരിയ ആക്ച്വലി. പിന്നെ ഞാനിതിൻ്റെ പുറം ഭാഗം കാണിച്ചു കേട്ടോ. നല്ല അടിപൊളിയാണ് പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കിയേ, അടിപൊളിയാണ് കാണാൻ. ഭയങ്കര വ്യൂ ആണ് ഇവിടെ. ഇതൊരു ഗോൾഫ് ഏരിയ ഒക്കെയാണ്. അതിൻ്റെ പുറം സൈഡുണ്ട് കേട്ടോ, ഇപ്പുറത്തെ സൈഡുണ്ട്. അത് കാണിച്ചു തരാവേ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി അമേസിങ്. തണലാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോയി നോക്കാമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അപ്പടി വെയിലാണെങ്കിൽ ഇന്ന് പോകാൻ പറ്റത്തില്ല. കണ്ടോ, സൂപ്പറാണ്. സോ ഐ എം സോ ലക്കി ടു ഹാവ് ദിസ് പ്ലേസ് ഫോർ ദി മീറ്റിംഗ് ആക്ച്വലി. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. അപ്പം ഞാനത് ഏകദേശം ഇവിടെ വന്നിരുന്ന് ഒന്ന് ഇരിപ്പുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പടി വെയിലായതുകൊണ്ടേ എൻ്റെ സൗന്ദര്യത്തിന് കോട്ട തട്ടിയാലോ, അതുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ മീറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മീറ്റിംഗ്സും കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു. ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ബണ്ണ്, പിന്നെ ബീഫ്, പോർക്ക് സോസേജ്, ചിക്കൻ ഗ്രിൽ ചെയ്തിട്ട് സ്പൈസി നോൺ സ്പൈസി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടായിരുന്നു. ഇതിലൊന്നും ഞാൻ വലിയ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. 2 പീസ് ചിക്കനും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഇച്ചിരി സാലഡ്സ് എടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഇതേ കോൾസ്ലോ ആണ് ഇരിക്കുന്നത്. കോൾസ്ലോ ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് അവർ നമുക്ക് തന്നത് കേക്കും പിന്നെ പാവ്ലോവയായിരുന്നു. അത് രണ്ടും ഞാൻ കഴിച്ചില്ല കേട്ടോ. രണ്ടിനോടും വലിയ താല്പര്യമില്ലായിരുന്നു. ചോക്ലേറ്റ് കേക്കായിരുന്നു. ചോക്ലേറ്റ് കേക്കും പാവ്ലോവയായിരുന്നു. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളെടുത്തില്ല. പിന്നെ സൈഡിൽ ബ്ലൂബെറിയുടെ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും കഴിച്ചില്ല. പിന്നെ കോഫി എടുത്തു കുറച്ച്. ഇത്രയാണ് ഞാൻ എടുത്തുള്ളത്. ഇതിൻ്റെ പകുതിയോളം ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്തോ കഴിക്കാൻ തോന്നിയില്ല. പിന്നെ കയ്യിലിരുന്ന 2 ചോക്ലേറ്റ് കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പടക്കി. ഫസ്റ്റ് ഡേ കോൺഫറൻസ് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു മോക്ടെയിൽ എടുത്തു. എനിക്ക് തോന്നുന്നത് വാട്ടർമെലൺ ആയിരുന്നു അത്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കോക്ടെയിലാണ് കഴിച്ചത്. ഇതാണ് നമ്മുടെ മോക്ടെയിലും കോക്ടെയിലും കോമ്പിനേഷനാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ റൂമിലോട്ട് പോന്നു.
ഇതാണ് നമ്മുടെ റൂം. ഒരു റൂം. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ടി വി ഈസ് ഓൺ ഗോയിങ്. ഇനി ഇവിടെ ഒരു കൗച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ ബാഗ് പോലും നിലത്ത് വെച്ചില്ല. ബാഗൊന്നും നിലത്ത്. പിന്നെ ഇവിടെ വിൻഡോസാണ്. വിൻഡോസ് എനിക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് ഷാഡോ അടിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നാളെ രാവിലെ ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാമേ. മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ സെക്കൻഡ് ഡേ കോൺഫറൻസ് ഡേ ആണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഫ്രണ്ട് ക്യാമറയിലൂടെ കാണിച്ചു തരാം. അതെ, ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ ഓക്കെ നമ്മുടെ റൂം ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നല്ലോ. ഞാൻ റൂമിൻ്റെ വെളിയിലേക്കുള്ള വ്യൂ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാമേ. പകലൊന്ന് കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ വെളിയിലുള്ള വ്യൂ കേട്ടോ. ഇതാണ് വെളിയിലത്തെ വ്യൂ, കംപ്ലീറ്റ് വ്യൂ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങുവാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനി ഇന്ന് ഇറങ്ങിയിട്ട് അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അവിടെ നിന്ന് നേരെ ഞാൻ പോവുകയാണ്. 1:30 എൻ്റെ കോൺഫറൻസ് കഴിയും. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അതുവരെ എല്ലൊക്കെ കറങ്ങി തിരിയും. ഓക്കെ, അപ്പോൾ ഞാൻ കറങ്ങുന്നതും തിരിയുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ എന്നാൽ ബൈ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ. അത് കംപ്ലീറ്റ് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ്. അപ്പം റോക്ക് മെലൺ ഉണ്ടായിരുന്നു, മസ്ക് മെലൺ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു വാട്ടർ മെലണിൻ്റെ പീസും ഒരു മസ്ക് മെലണിൻ്റെ പീസും എടുത്തു. പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എടുത്തില്ല. പിന്നെ നേരെ വന്ന് ഒരു ഹാഷ് ബ്രൗൺ എടുത്തു. ഹാഷ് ബ്രൗൺ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റാണ്. അപ്പോൾ ഒരു ഹാഷ് ബ്രൗൺ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും കണ്ടില്ല ഞാൻ. ഇത് ഹാമാണെന്ന് തോന്നുന്നു. ഹാമുണ്ട്. പിന്നെ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗായിരുന്നു. രാവിലെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് പൊതുവെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അതും എടുത്തില്ല. പിന്നെ ഇങ്ങനെ വന്ന് അപ്പോൾ അതിന് മുമ്പ് ഇപ്പുറത്തെ 2 ബോക്സ് കാണിക്കാൻ മറന്നു. ശരിയാ, ഇത് ഹാമാണ്. പിന്നെ നേരെ ഇങ്ങ് വന്നു. എന്താണ്, സോസ് വേണമല്ലോ, എന്തെങ്കിലും കഴിക്കുമ്പോൾ സോസ് വേണ്ടി വരുന്നു. ഞാൻ കുറച്ച് ബാബിക്ക് സോസ് എടുത്തു. ഡെഫിനറ്റ്ലി വേണ്ടി വരും. പിന്നെ സോസൊക്കെ എടുത്ത് നമുക്ക് അപ്പുറത്ത് വലിയൊരു ശേഖരമുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പോകാം നമുക്ക്. ഇവിടെ കുറേ സൈഡ് ഡിഷസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സ്പൈസസ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിലൊക്കെ പിക്കിൾസ് ആയിട്ടും ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ വലിയൊരു കുട്ടകം പോലത്തെ ഒരു പാത്രം നിറച്ചും കോൺഫ്ലെക്സ് അല്ല, പോറിച്ച് അത്. പിന്നെ എനിക്കിത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടത് മഷ്റൂം നമുക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ. അപ്പോൾ മഷ്റൂം എടുത്തു. അതിൽ നിന്ന് മഷ്റൂം വിത്ത് സുക്കിനി ആയിരുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് മഷ്റൂം മാത്രം കുറച്ച് സെലക്ട് ചെയ്തെടുത്തു. സുക്കിനി വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കോരിയപ്പോൾ 2-3 സുക്കിനിയും പോന്നു. അതും എടുത്തു. പിന്നെ നേരെ വീണ്ടും അടുത്ത കലവറയിലേക്ക് നോക്കാം. അത് അടച്ചു വെക്കട്ടെ. അത് അടച്ചു വെച്ച് നമുക്ക് നേരെ പോവാം. ഇതൊക്കെ തിന്നാൻ എനിക്ക് വയറുണ്ടോ ആവോ, സാരമില്ല, എടുത്തേക്കാം. പിന്നെ പാൻ കേക്കായിരുന്നു. പാൻ കേക്ക് എനിക്കിഷ്ടമല്ല. പാൻ കേക്ക്. പിന്നെ ടൊമാറ്റോ ഫ്രൈസ്, അതും വേണ്ട. നേരെ വീണ്ടും പാത്രങ്ങളൊക്കെ അടച്ചു വെച്ച് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ. അവിടെ നമുക്ക് ഫ്രഷ് ക്രീംസ് ഉണ്ട്, ജാം കാര്യങ്ങളൊക്കെ ഉണ്ടൊന്നും വേണ്ട. പിന്നെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് വേണം. ഫ്രൂട്ട് ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ്സിൻ്റെയും പേസ്ട്രീസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് വേണ്ടെന്ന് വെച്ചിരുന്നു. ഇപ്പോൾ നേരെ ഞാൻ പോയത് പേസ്ട്രീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പേസ്ട്രീസിൽ നമുക്ക് പൈനാപ്പിൾ പേസ്ട്രി ഉണ്ട്, അതുപോലെ കാടമൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നു. അപ്പം 2 പൈനാപ്പിൾ ഫ്ലേവറും 1 കാടമൻ ഫ്ലേവറും എടുത്തു. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് പോകാമെന്ന് വെച്ചു. അങ്ങനെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കുമാണ് അവിടെ കുറേ സ്ഥലത്തായിട്ട് നമ്മളുടെ എന്താ പറയുക, കോൺഫ്ലേക്സ്, മുസ്ലീസൊക്കെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇത്ര തന്നെ കഴിക്കാൻ വയർ ഓവറാവും. അപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി ഓഫ് ജാംസ് ഉണ്ട് അവിടെ, അതും എടുത്തില്ല. പിന്നെ നമുക്കത് സൈഡിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചിപ്സ്, റൈസൻസ്, പിന്നെ പപ്പിത്താസ്, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ നമ്മളുടെ പോറിജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് ഫ്രൂട്ട് ഉണ്ട്, അതും വേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കുമാണ് അവിടെ കുറച്ച് സാലഡ്സും കാര്യങ്ങളും ഇരിപ്പുണ്ട്. സാലഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡ്സ് ഉണ്ട്. നമുക്കത് കോംബോ ചെയ്യാം. വിത്ത് സാലഡ് ഡ്രസ്സിങ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് പിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് സാലഡിലേക്കുള്ളത്. പിന്നെ ഓറഞ്ചിൻ്റെ ഒരു ഗ്ലാസ് ഓഫ് ഫ്രഷ് ജ്യൂസും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒഴിച്ചു വെച്ചു ഞാൻ.
പുഷ്പ അപ്പോൾ ഒരു കോഫി വേണമെന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വഴി തന്നെയാണ് തിരിച്ചിറങ്ങുന്നത്. നമ്മൾ ഓൾറെഡി അവിടെ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടേബിളിൽ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത്. ബാഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലാണ് എക്സിറ്റ് അടിക്കുന്നത്. ഈ എക്സിറ്റുള്ള വഴി കൂടെ നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് മൂവ് ചെയ്യാം. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്ത്, അയ്യോ എൻ്റെ ഫ്രഷ് ജ്യൂസ് ഒഴിച്ച് വെച്ച് മറന്നുപോയെന്ന്. തിരിച്ച് വീണ്ടും വന്ന് ജ്യൂസ് എടുത്ത് തിരിച്ചു പോവുകയാണ്. എന്തൊരു ഓർമ്മയല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം. കുടിക്കാനുള്ള ജ്യൂസ് എടുക്കാൻ മറന്നുപോയി, കഴിക്കാനുള്ളത് മറന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിൾ കാണിച്ചു തരാവേ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേബിളാണ് നമ്മുടെ. ഈ പുഷ്പയോടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടേബിൾ. ഇതാണ് എൻ്റെ ടേബിൾ. എൻ്റെ പ്ലേറ്റ്സ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഫുഡ്. ഹായ് ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓംലെറ്റ് ഓർഡർ ചെയ്തു. ആ ഓംലെറ്റും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് കേട്ടോ. നമ്മളടുത്ത് ഇതേ കിയയുടെ ഒരു കാറാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഹയർ ചെയ്തേക്കുന്നത്. ഇതിലാണ് നമ്മൾ പോകുന്നത്. തിരിച്ച് വരുമ്പം ഈ കാറ് നമുക്ക് അവിടെ തന്നെ ഇട്ടാൽ മതി, എയർപോർട്ടിൽ ഇട്ടാൽ മതി. അവരവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് എങ്ങാണ്ട് ഡ്രൈവ് ഉള്ളൂ നമ്മളുടെ കോൺഫറൻസ് ഹാളിലേക്ക്. അപ്പം വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് എല്ലാം റീച്ച് ചെയ്യാൻ പറ്റി. ഞാനല്ല ഡ്രൈവ് ചെയ്തത്, എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ആളെടുത്ത കാറായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആക്ച്വലി ടാക്സി വൗച്ചറായിരുന്നു എടുത്തത്. അപ്പം അവർ ടാക്സി ഓൾറെഡി ഹയർ ചെയ്തുകൊണ്ട് കൂടെ ഇങ്ങ് പോന്നു. ഹോളിലെത്തി കഴിഞ്ഞപ്പം അവിടെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ചോക്ലേറ്റ് കേക്ക് തൊട്ടില്ല. അതിനുശേഷം നേരെ ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയപ്പം ഇവിടെയുണ്ട് പൈനാപ്പിൾ പേസ്ട്രിയും കാർഡമൻ പേസ്ട്രിയും. അപ്പം 2 പൈനാപ്പിൾ പേസ്ട്രി എടുത്തു, ഒരു കാർഡമൻ പേസ്ട്രി എടുത്തിട്ടാണ് നമ്മൾ മെല്ലെ നമ്മുടെ ടേബിളിലേക്ക് പോകുന്നത്. കൂടെ ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി പ്ലീസ്. ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി ഇവിടെ എടുത്ത് നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് പോകും. അപ്പം അവിടെ ക്ലാസ് എടുക്കും. അപ്പോൾ ഇട സമയത്ത് നമുക്ക് വിശക്കുവാണെങ്കിൽ നമുക്കിത് കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പം ബ്ലാക്ക് കോഫി വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. അപ്പം നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചെടുക്കും, വീണ്ടും അവിടെ തന്നെ വെക്കും. എനിക്ക് വേണ്ടി കോഫി എടുത്ത് തരുന്നത് പുഷ്പയാണ്. പുഷ്പ ഷീസ് ഫ്രം നേപ്പാൾ ആക്ച്വലി. എൻ്റെ കൂടെ വേറെ ഒരു ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ആളും അവിടെ തന്നെ ക്ലിനിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നമ്മളുടെ NSWയിലെ ഹോമിലെ ആളാണ് അവൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും കൂടെ കമ്പനിക്ക് കിട്ടുന്ന ആളാണ് കേട്ടോ. ഷീസ് റിയലി നൈസ്. നമുക്ക് ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇഷ്ടംപോലെ സമയമുണ്ട്. 5:30 ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. ചെക്കിനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇവിടെ ഇരിക്കാം. ഓക്കെ, അതിലൊക്കെ കറങ്ങി അടിച്ച് മടുത്തു ഗൈസ്. എയർപോർട്ട് ഫുള്ള് കറങ്ങി അടിച്ച് മടുത്തു. അപ്പം ഞാൻ ഒരു മാക്കേഴ്സ് കുടിക്കാൻ വേണ്ടി വന്നു. ഒരു മാഗിയുടെ ഒരു ഷേക്ക്, ജസ്റ്റ് ഒരു ഷേക്ക് മാത്രം, ജസ്റ്റ് ഒരു വാനില ഷേക്ക്. ഏകദേശം പോവാറൊക്കെ ആയി തുടങ്ങുന്നു. വെർജിൻ ഓസ്ട്രേലിയയുടെ ആക്ട് നടക്കുന്ന അലിയൻസിൻ്റെ ഫ്ലൈറ്റിലാണ് പോണേ. അപ്പോൾ ഇനിയൊരു ഹാഫ് ആൻ അവറും കൂടി ഉള്ളൂ. ഓൾറൈറ്റ്, അപ്പം ഇനി നമുക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ കാണാം. നമ്മളെ ഫ്ലൈറ്റ് വന്നു ഗൈസ്. നമ്മൾ പോവാണ്. ഫ്ലൈറ്റ് കാണിച്ചു തരാം. ഗൈസ്, ജസ്റ്റ് നൗ ഐ ലാൻഡഡ്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. അയ്യോ, 1 മണിക്കൂറോളെങ്കിലും അടുത്ത് പോയിരുന്നിട്ട് ഇപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ടാക്സി വന്നപ്പം ഞാൻ പോകാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 20 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് വീട്ടിലോട്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വ്ളോഗ്. താങ്ക് യു.